നമസ്കാരം, ക്രിസ്ത്യാനിലെ വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ബ്രിട്ടനെ ഇളക്കിമറിച്ച് 1.5 ലക്ഷത്തോളം പൗരന്മാരുടെ റാലി. ക്രിസ്തു രാജാവെന്ന് തെരുവിൽ മുദ്രാവാക്യം മുഴക്കി ജനം. ആഫ്രിക്കൻ മണ്ണിലെ വിശ്വാസ പോരാട്ടം. വത്തിക്കാൻ പുറത്തുവിട്ട രക്തസാക്ഷി പട്ടികയിൽ ആഫ്രിക്ക ഒന്നാമത്. കേസരിയിലെ ലേഖനത്തിനെതിരെ രമേശ് ചെന്നിത്തല. ഛത്തീസ്ഗഡിൽ വീണ്ടും ബജ്റംഗ് ആക്രമണം. പാസ്റ്ററുടെ കൈ തല്ലിയൊടിച്ചു. മണിപ്പൂർ സംഘർഷം തുടരുന്നു. സമാധാന ശ്രമങ്ങൾക്കിടയിലും ആക്രമണം. അഹമ്മദാബാദിൽ PFA ആനുവൽ റിവൈവൽ മീറ്റിംഗ്. കുവൈറ്റിൽ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് വാർഷിക കൺവെൻഷൻ. മൈലം ഹെവൻ വാലി ചർച്ച് മിഷൻ ഇന്ത്യ 31ാമത് വാർഷികം സെപ്റ്റംബർ 30. ഷാർജ IPC വർഷിപ്പ് സെന്ററിൽ സിൽവർ ജൂബിലി ത്രിദിന കൺവെൻഷൻ. അയർക്കുന്നത്ത് 2ാമത് അകലംകുന്നം കൺവെൻഷൻ. ബ്രിട്ടനെ ഇളക്കിമറിച്ച് 1.5 ലക്ഷത്തോളം പൗരന്മാരുടെ റാലി. ക്രിസ്തു രാജാവെന്ന് തെരുവിൽ മുദ്രാവാക്യം മുഴക്കി ജനം. കുരിശും ബൈബിൾ വാക്യങ്ങളും പതാകകളും ഉയർത്തി ബ്രിട്ടനിൽ ക്രിസ്തു വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച് 1.5 ലക്ഷത്തോളം പൗരന്മാരുടെ വമ്പൻ റാലി. യുണൈറ്റഡ് ദി കിങ്ഡം എന്ന പ്രമേയവുമായി യൂറോപ്പിനെ ആകമാനം ഇളക്കിമറിച്ച റാലിക്ക് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് മുൻ നേതാവ് ടോമി റോബിൻസൺ നേതൃത്വം നൽകി. യേശു വഴിയും സത്യവും ജീവനുമാണ് എന്നെഴുതിയ ബാനറുകളുമായി ലണ്ടന്റെ തെരുവീതികളിലൂടെ നടന്ന ജനം മരക്കുരിശുകൾ, ക്രിസ്തുവിന്റെ ചിത്രങ്ങൾ പതിച്ച പതാകകൾ, ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിക്കുന്ന ബാനറുകൾ തുടങ്ങിയവ ഉയർത്തിപ്പിടിച്ചു. ഇടക്കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് പിന്നിലേക്ക് പോയ രാജ്യമാണ് ബ്രിട്ടൻ. ബൈബിൾ വാക്യങ്ങളും യൂറോപ്പിന്റെ ക്രിസ്തീയ സംസ്കാരവും പാരമ്പര്യവും നശിപ്പിക്കുന്ന അധിനിവേശ ശക്തികളെ അപലപിച്ചുകൊണ്ടാണ് റാലി നടന്നത്. ആഫ്രിക്കൻ മണ്ണിലെ വിശ്വാസ പോരാട്ടം. വത്തിക്കാൻ പുറത്തുവിട്ട രക്തസാക്ഷി പട്ടികയിൽ ആഫ്രിക്ക ഒന്നാമത്. 3ാം സഹസ്രാബ്ദത്തിലെ ക്രൈസ്തവ രക്തസാക്ഷികളുടെ പട്ടികയിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം ഒന്നാമതെന്ന് വത്തിക്കാൻ. 2000-ന് ശേഷം രക്തസാക്ഷികളായ 1600-ലധികം ആളുകളിൽ 643 പേരും സബ് സഹാറൻ ആഫ്രിക്കയിൽ നിന്നുള്ളവരാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപം നൽകിയ കമ്മീഷൻ ഓഫ് ന്യൂ മാർട്ടേഴ്സിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങൾ, മതപരമായ പീഡനങ്ങൾ, ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ എന്നിവയാണ് ആഫ്രിക്കയിലെ ക്രൈസ്തവരുടെ രക്തസാക്ഷിത്വത്തിന് പ്രധാന കാരണങ്ങളെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. പ്രത്യേകിച്ച് നൈജീരിയ, ബുർക്കിന ഫാസോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ ഭീകര സംഘടനകൾ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി വൈദികരും കന്യാസ്ത്രീകളും അൽമായരും കൊല്ലപ്പെട്ടു. കേസരിയിലെ ലേഖനത്തിനെതിരെ രമേശ് ചെന്നിത്തല. ക്രൈസ്തവരെ ഇന്ത്യയുടെ ശത്രുവായി പ്രതിഷ്ഠിക്കുന്ന ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന കേസരിയിലെ ലേഖനത്തിനെതിരെ രമേശ് ചെന്നിത്തല. BJP നേതൃത്വം ഈ ലേഖനം തള്ളിപ്പറയുമോ എന്ന് ചോദിച്ച അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന BJP ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഭാരവാഹി എഴുതിയ ലേഖനം ക്രൈസ്തവരെ ഇന്ത്യയുടെ ശത്രുവാക്കുകയാണ്, രാജ്യത്തോട് കൂറില്ലാത്ത രാജ്യവിരുദ്ധരാണ് എന്നാണ് ലേഖകൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഒരു സമുദായത്തെ മൊത്തം രാജ്യവിരുദ്ധരാക്കുകയാണ്. സംഘപരിവാറും BJPയും ഇതിനോടുള്ള സമീപനം വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിൽ വീണ്ടും ബജ്റംഗ് ആക്രമണം. പാസ്റ്ററുടെ കൈ തല്ലിയൊടിച്ചു. ഛത്തീസ്ഗഡിൽ സുവിശേഷ വിരോധികൾ പെന്തക്കോസ്ത് സഭയുടെ ആരാധന തടസ്സപ്പെടുത്തി പാസ്റ്ററുടെ കൈ തല്ലിയൊടിച്ചു. ദുർഗ് ജയിലിന് സമീപം 30 വർഷമായി പ്രവർത്തിക്കുന്ന ഷാലോം പ്രയർ ടവറിലാണ് ആക്രമണം നടന്നത്. മതപരിവർത്തനം ആരോപിച്ച് ബജ്റംഗ് ദൾ പ്രവർത്തകർ കൂട്ടമായി എത്തി സഭാ പാസ്റ്റർ ജോൺ ജോനാഥന്റെ കൈ ഇരുമ്പ് കമ്പി കൊണ്ട് തല്ലിയൊടിച്ചു. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് പാസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ആക്രമണം. പാസ്റ്ററിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ആക്രമണം നടത്തിയവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടില്ല. ഇതേ ചൊല്ലി വിശ്വാസികൾ പ്രതിഷേധത്തിലാണ്. മണിപ്പൂർ സംഘർഷം തുടരുന്നു. സമാധാന ശ്രമങ്ങൾക്കിടയിലും ആക്രമണം. 1 വർഷത്തിലേറെയായി മണിപ്പൂരിൽ തുടരുന്ന വംശീയ സംഘർഷങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്ന് സൂചന നൽകി കഴിഞ്ഞ ദിവസങ്ങളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും പുതിയ അക്രമങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുരാചന്ദ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ സംഭവങ്ങൾ അരങ്ങേറിയത്.
പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി സ്ഥാപിച്ച കട്ടൗട്ടുകളും ബാനറുകളും നശിപ്പിച്ചതിനെ തുടർന്ന് ചില യുവാക്കളെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് ചുരാചന്ദ്പൂരിൽ സംഘർഷമുണ്ടായി. ഇതിന്റെ പേരിൽ പോലീസ് പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അഹമ്മദാബാദിൽ PFA ആനുവൽ റിവൈവൽ മീറ്റിംഗ് സെപ്റ്റംബർ 21 മുതൽ 28 വരെ അഹമ്മദാബാദിലെ വിവിധ ഇടങ്ങളിലായി പെന്തക്കോസ്ത് ഫെലോഷിപ്പ് ഓഫ് അഹമ്മദാബാദ് ആനുവൽ റിവൈവൽ മീറ്റിംഗ് നടക്കും. പാസ്റ്റർമാരായ ഷിബു കെ മാത്യു, അനീഷ് കവാല, പോൾ മാത്യൂസ്, സുരേഷ് ബാബു, ബ്ലസൻ വർഗീസ് എന്നിവർ പ്രസംഗിക്കും. പൂനെ വൈറ്റ് നോയ്സ് ബാൻഡ് ഗാന ശുശ്രൂഷ നിർവഹിക്കും. കുവൈറ്റിൽ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് വാർഷിക കൺവെൻഷൻ. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് ഓഫ് കുവൈറ്റിൻ്റെ വാർഷിക കൺവെൻഷൻ ഒക്ടോബർ 22 മുതൽ 24 വരെ നടക്കും. പാസ്റ്റർ പ്രിൻസ് തോമസ് റാന്നി, ഡോക്ടർ അനു കൊന്നത്ത് എന്നിവർ പ്രസംഗിക്കും. ലോർഡ്സൺ ആന്റണി ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. മൈലം ഹെവൻ വാലി ചർച്ച് മിഷൻ ഇന്ത്യ 31ാമത് വാർഷികം സെപ്റ്റംബർ 30. മൈലം ഹെവൻ വാലി ചർച്ച് മിഷൻ ഇന്ത്യ 31ാമത് വാർഷികം സെപ്റ്റംബർ 30. മൈലം ഹെവൻ വാലി ചർച്ച് മിഷൻ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 30 മൈലം ഹെവൻ വാലി വർഷിപ്പ് സെൻ്ററിൽ 31ാമത് വാർഷികവും സുവിശേഷ യോഗവും നടക്കും. പാസ്റ്റർ റോയ് ഹെൻറി പ്രസംഗിക്കും. പാസ്റ്റർ KR ജോൺസൺ നേതൃത്വം നൽകും. സിസ്റ്റർ കൃപ റോയ്, ബ്രദർ വിമൽ രാജ് എന്നിവർ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ഷാർജ IPC വർഷിപ്പ് സെൻ്ററിൽ സിൽവർ ജൂബിലി ത്രിദിന കൺവെൻഷൻ. IPC വർഷിപ്പ് സെൻ്റർ ഷാർജ സഭയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 6 മുതൽ 8 വരെ സിൽവർ ജൂബിലി ത്രിദിന കൺവെൻഷൻ നടക്കും. ദിവസവും വൈകിട്ട് 7:30 ആരംഭിക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർ അനീഷ് കാവാല മുഖ്യപ്രഭാഷണം നടത്തും. റവറൻഡ് വിൽസൺ ജോസഫ് കൺവെൻഷൻ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യും. സംഗീത ശുശ്രൂഷയ്ക്ക് വർഷിപ്പ് സിംഗേഴ്സ് നേതൃത്വം നൽകും. അയർക്കുന്നത്ത് 2ാമത് അകലംകുന്നം കൺവെൻഷൻ. അയർക്കുന്ന് ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നവംബർ 27 മുതൽ 30 വരെ 2ാമത് അകലംകുന്നം കൺവെൻഷൻ നടക്കും. പാസ്റ്റർമാരായ KJ തോമസ്, അജി ഐസക്, സുനിൽ ചാക്കോ, അനീഷ് ചെങ്ങന്നൂർ എന്നിവർ പ്രസംഗിക്കും. പാസ്റ്റർ KK അച്ചൻകുഞ്ഞ്, പാസ്റ്റർ രാജു ആനിക്കാട് എന്നിവർ നേതൃത്വം നൽകും. ബ്രിട്ടനെ ഇളക്കിമറിച്ച് 1.5 ലക്ഷത്തോളം പൗരന്മാരുടെ റാലി. ക്രിസ്തു രാജാവെന്ന് തെരുവിൽ മുദ്രാവാക്യം മുഴക്കി ജനം. ആഫ്രിക്കൻ മണ്ണിലെ വിശ്വാസ പോരാട്ടം. വത്തിക്കാൻ പുറത്തുവിട്ട രക്തസാക്ഷി പട്ടികയിൽ ആഫ്രിക്ക 1ാമത്. കേസരിയിലെ ലേഖനത്തിനെതിരെ രമേശ് ചെന്നിത്തല. ഛത്തീസ്ഗഡിൽ വീണ്ടും ബഞ്ചർദളിന്റെ ആക്രമണം. പാസ്റ്ററുടെ കൈ തല്ലിയൊടിച്ചു. മണിപ്പൂർ സംഘർഷം തുടരുന്നു. സമാധാന ശ്രമങ്ങൾക്കിടയിലും ആക്രമണം. അഹമ്മദാബാദിൽ PFA ആനുവൽ റിവൈവൽ മീറ്റിംഗ്. കുവൈറ്റിൽ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് വാർഷിക കൺവെൻഷൻ. മൈലം ഹെവൻ വാലി ചർച്ച് മിഷൻ ഇന്ത്യ 31ാമത് വാർഷികം സെപ്റ്റംബർ 30. ഷാർജ IPC വർഷിപ്പ് സെൻ്ററിൽ സിൽവർ ജൂബിലി ത്രിദിന കൺവെൻഷൻ. അയർക്കുന്നത്ത് 2ാമത് അകലംകുന്നം കൺവെൻഷൻ. ഈ ആഴ്ചയിലെ വാർത്തകളിലൂടെ കഴിയുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.